Good morning, dear students. നമ്മൾ സുവോളജിയുടെ ഫസ്റ്റ് ഇയർ സുവോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ നമ്മൾ നേരത്തെ ഓരോ പാഠഭാഗങ്ങളും പരിചയപ്പെട്ടു. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ദ ലിവിങ് വേൾഡ് എന്നാണ്. ദ ലിവിങ് വേൾഡ് ആ വാക്കിൽ തന്നെ ആ പാഠഭാഗത്ത് എന്താണോ ഉൾപ്പെട്ടിരിക്കുന്നത് അത് വളരെ വ്യക്തമാണ്. ലിവിങ് വേൾഡ്, ലിവിങ് എന്ന വാക്കിന്റെ അർത്ഥം ജീവനുള്ളതെന്നാണ്. വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകമെന്നാണ്. അപ്പൊ ജീവനുള്ള ലോകത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ജീവനുള്ളവയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്താണ് ജീവൻ, ലൈഫ് എന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് ഈ പാഠത്തിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം. അതിനു മുമ്പ് നമ്മൾ അറിയേണ്ടത് ബയോളജി. ബയോളജി എന്ന് പറഞ്ഞാൽ ബയോ എന്ന് പറഞ്ഞാൽ ലൈഫ് എന്നാണ്, ഓളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി എന്നാണ്. ജീവനെ കുറിച്ചുള്ള പഠനമാണ് ബയോളജി. ഇതിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. അപ്പൊ ബയോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ഇതൊക്കെ നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ വളരെ വ്യക്തമായി പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഈ ബയോളജി എന്ന് പറയുന്ന വിഷയം രണ്ട് പ്രധാന ബ്രാഞ്ചുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ബോട്ടണി, അത് സസ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്. രണ്ട് സുവോളജി, ജന്തുക്കളെ കുറിച്ച് പഠിക്കുന്നതാണ്. ബോട്ടണിയിൽ പ്ലാന്റ്സിനെ കുറിച്ച് മാത്രം പഠിക്കുമ്പോൾ സുവോളജിയിൽ നമ്മൾ അനിമൽസിനെ കുറിച്ചാണ് പഠിക്കുക. എന്തായാലും ബോട്ടണി ആയാലും സുവോളജി ആയാലും ജീവനുള്ളവയെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ സുവോളജിയുടെ ക്ലാസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സുവോളജിക്കായിട്ട് ഒരു നോട്ട്ബുക്ക് ഉണ്ടാവണം, ഒരു പേന ഉണ്ടാവണം. ഇനി അത് ആരുടെയെങ്കിലും കയ്യിൽ ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ക്ലാസ് അവിടെ സ്റ്റില്ലാക്കി വെച്ചിട്ട് പോയിട്ട് ഒരു പേനയും ബുക്കും എടുത്തുകൊണ്ട് വെച്ചതിന് ശേഷം മാത്രം സുവോളജി ക്ലാസ് കണ്ടു തുടങ്ങാം. കാരണം നമുക്ക് കാണുമ്പോൾ ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ എഴുതി പോകേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം ഒരു പേനയും ബുക്കും എടുത്ത് കയ്യിൽ വെക്കുക. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഡിസ്കഷനിലൂടെയാണ് ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. ഈ ലിവിങ് വേൾഡിൽ അങ്ങനെ എടുത്താൽ പോകാത്ത കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കറിയാവുന്ന ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ തമാശ രൂപേണ പറയുന്ന, നിങ്ങളെ സുവോളജിയിലേക്കൊന്ന് കൈപിടിച്ച് കയറ്റാൻ സഹായിക്കുന്ന ചില നിസ്സാരമായ സംഗതികളാണ് ഒന്നാമത്തെ ചാപ്റ്ററിലുള്ളത്. നിങ്ങൾ വായിച്ചു നോക്കിയവർക്കറിയാം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഈ മുന്നിലിരിക്കുന്ന എല്ലാവരോടുമായിട്ടുള്ള എൻ്റെ ഒന്നാമത്തെ ചോദ്യം, ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബുക്കുള്ളവർക്ക് നിങ്ങളുടെ ബുക്കിൽ എഴുതാം. ചിലരുടെ മനസ്സിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഇപ്പോൾ ഒന്ന് ഓടി വന്നിട്ടുണ്ടാവും. ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്ക് എഴുന്നേറ്റ് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്താണ് ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിലുള്ള വ്യത്യാസം? എല്ലാവർക്കും അറിയാം. ഇപ്പം ചിലരെങ്കിലും പല ഉത്തരങ്ങളും മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ആരും പറയുന്ന പോയിന്റ്, ജീവനുള്ളവ വളരുന്നു. ഗ്രോത്ത് ആണ് ഒരു ജീവനുള്ളവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്, വളരുക. എന്താണ് വളർച്ച? നമ്മളുടെ ബോഡി മാസ്, ബോഡിയുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ വളർന്നു എന്ന് പറയുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു യൂണിസെല്ലുലാർ ഓർഗാനിസം, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ ശരീരഭാരം കൂടുക, തടി കൂടുക, ഇതൊക്കെ കാണും നമ്മൾ വളർന്നു എന്ന് പറയാം. എന്നാൽ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമായ അമീബയും ബാക്ടീരിയ ഒക്കെ നമ്മുടെ സുവോളജിയിൽ, ജീവശാസ്ത്രത്തിൽ ഉൾപ്പെട്ട ജന്തുക്കളാണ്. അവരെങ്ങനെയാ, അവരുടെ ഭാരം നമുക്ക് തൂക്കി നോക്കാൻ പറ്റുമോ? അവര് തടി കൂടി നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ അവരെങ്ങനെയാണ് വളർന്നു എന്ന് നമ്മൾ വിചാരിക്കുക, കരുതുക, പരിഗണിക്കുക? അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസം അതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതാണ് അതിന്റെ വളർച്ചയുടെ ബേസിക് ഒരു പോയിന്റ് എന്ന് നമ്മൾ പറയുക. അപ്പോഴ് ഒന്നുകിൽ ബോഡി മാസ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ സെൽ ഡിവിഷൻ നടക്കുക. ഇതാണ് ഗ്രോത്ത്, അല്ലെ ജീവനുള്ളവയുടെ ഏറ്റവും ഒന്നാമത്തെ ഗുണമായി പറയുന്ന ഗ്രോത്ത്, വളർച്ചയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ജീവനുള്ളവയെല്ലാം വളരുന്നു. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ജീവനുള്ളവ മാത്രമേ വളരുന്നുള്ളൂ, അല്ലെങ്കിൽ വളരുക എന്ന് പറയുന്നത് ജീവനുള്ളവയുടെ ഒരു ബേസിക് ക്വാളിറ്റിയായി നമുക്ക് എടുക്കാൻ പറ്റുമോ? ഉണ്ടെന്ന് പറയുന്നവരുണ്ടാവാം, ഇല്ലെന്ന് പറയുന്നവരും ഉണ്ടാവാം. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. അതായത്
നമ്മൾ പണ്ട് കാലത്ത് ഓരോ വർഷം ഈ എവറസ്റ്റ് കൊടുമുടിയുടെ നീളം 2848 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വലിപ്പം ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിസ്സാരമായി പറഞ്ഞാൽ ചില മണൽ കുന്നുകൾ, ചില ശിലകൾ, ഇവയുടെയൊക്കെ സൈസ് കൂടുന്നുണ്ട്. അവയ്ക്ക് ജീവനുണ്ടോ? ഇല്ല, അവയ്ക്ക് ജീവനില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? ബോഡി മാസ് ഇൻക്രീസ് ചെയ്യുക, വെയിറ്റ് കൂടുക, വലിപ്പം കൂടുക എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. അങ്ങനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത് ജീവനുള്ളവയുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ മൗണ്ടെയിൻസിന് ജീവനുണ്ടോ? കാരണം അവര് ജീവന്റെ ബേസിക് ക്വാളിറ്റിയായി ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ് അതെന്ന് പറയുന്നത് പുറമേ ഉണ്ടാകുന്ന വളർച്ചയാണ്. എന്തെങ്കിലും പൊടിപടലങ്ങൾ അടിഞ്ഞു കൂടിയിട്ടോ മറ്റ് സംഗതികൾ അതിന്റെ മുകളിലേക്ക് വന്ന് അട്ടിയടുക്കിയിട്ടോ ആണ് അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക. എന്നാൽ ലിവിങ് ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇന്റേണലി സെല്ലിന്റെ എണ്ണം കൂടി ഉണ്ടാകുന്ന ഗ്രോത്ത് ആണ്. നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചാൽ, നിങ്ങളിപ്പോ +1 ഒന്ന് ചിന്തിച്ചാൽ അത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും വളരുന്നത് കൊണ്ട് മാത്രം, വളരുക എന്ന് പറയുന്നതാണ് ഒരു ജീവന്റെ അടിസ്ഥാന സ്വഭാവം എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. വൺ ഓഫ് ദി ക്യാരക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ ക്യാരക്ടർ എന്താണ്? ജീവനുള്ളവയുടെ രണ്ടാമത്തെ പ്രത്യേകത പറഞ്ഞേ, റീപ്രൊഡക്ഷൻ. റീപ്രൊഡ്യൂസ് ചെയ്യുക, പ്രത്യുൽപാദനം നടത്തുക. ഒരു എന്താണ് റീപ്രൊഡക്ഷൻ? നമുക്കറിയാം, പലതരത്തിലുള്ള റീപ്രൊഡക്ഷൻ നമുക്കറിയാം. സെക്ഷൽ ഉണ്ട്, എസെക്ഷൽ ഉണ്ട്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്. എങ്ങനെയായാലും ഒരു പേരന്റിൽ നിന്ന് അതിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുക. ജീവനുള്ളവ അതിന്റെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഒരു ജീവിക്ക് അതിന്റെ അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളത് അതിന്റെ ലൈഫ്, ജീവനുള്ളതിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമായി നമ്മൾ പണ്ട് മുതലേ കണക്കാക്കുന്നു. അവിടെയും ഉണ്ടൊരു തർക്കം. നമുക്കറിയാം, നമ്മൾ ഈ സ്പീഷീസ് എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പുറകെ പഠിക്കുന്നുണ്ട്. ഒരു സ്പീഷീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്പീഷീസിൽപ്പെട്ട ജീവികൾ പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്ത് സെക്ഷൽ കോണ്ടാക്ട് അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ ചില പരീക്ഷണങ്ങളിൽ മെയിൽ ഹോഴ്സിനെയും ഫീമെയിൽ ഡോങ്കിയെയും തമ്മിൽ ഇന്റർപോസ് ചെയ്യിച്ചിട്ട് കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് സ്റ്റെറൈൽ. എന്താണ് സ്റ്റെറൈൽ? അവർക്ക് അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ കഴിവില്ല. മ്യൂൾ എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽപ്പെട്ട ജീവികളാണ്. മ്യൂൾ ഹോഴ്സിനെയും ഡോങ്കിയെയും കൂടെ ഇന്റർപോസ് ചെയ്യിച്ചുണ്ടാക്കുന്ന കുഞ്ഞുങ്ങളാണ് മ്യൂൾ. ആ മ്യൂളിന് അടുത്ത അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാനുള്ള കഴിവില്ല. അതിനർത്ഥം എന്ന് വെച്ചാൽ റീപ്രൊഡക്ഷനുള്ള കഴിവില്ല. അതിനർത്ഥം മ്യൂളിന് ജീവനില്ലെന്നാണോ? അല്ലല്ലോ, മ്യൂളിന് ജീവനുണ്ട്. പിന്നെ നമുക്കറിയാം, നമുക്ക് ചുറ്റും നോക്കിയാൽ നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്, ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. എന്ന് വെച്ച് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് കരുതി അവർക്ക് ജീവനില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടർ ഓഫ് ലിവിങ് ഓർഗാനിസം സംഭവിച്ചു. പക്ഷേ അതുകൊണ്ട് അത് മാത്രമാണ് ജീവനുള്ളവയുടെ ലക്ഷണം അല്ലെങ്കിൽ സ്വഭാവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് മെറ്റബോളിസം. ഉപാപചയം എന്ന് മലയാളത്തിൽ പറയുന്നത് പഠിച്ചിട്ടുള്ളതാണ്. ഒരു ജീവനുള്ളവയുടെ ശരീരത്തിൽ നടക്കുന്ന ടോട്ടൽ കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുക. All living chemical reactions, chemical changes done in a living organism is called metabolism. Metabolic reactions, ഉപാപചയ പ്രവർത്തനങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ബിൽഡിംഗ് അനബോളിസവും കാറ്റബോളിസവും ഉണ്ട്. ചിലതിന് എനർജി വേണം, ചിലതിന് എനർജി റിലീസ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് ജീവനുള്ളവയുടെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തത് റീപ്രൊഡക്ഷൻ, മൂന്നാമത് മെറ്റബോളിസം. ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് രാസപ്രവർത്തനമാണ്. ജീവനുള്ളവയിൽ സ്വയം നടക്കുന്ന പ്രത്യേകത. ആ ജീവനുള്ളവയിൽ മാത്രം, അല്ലെങ്കിൽ സെല്ലിനുള്ളിൽ ഒരു യൂണിസെല്ലിൽ, നമ്മുടെ ശരീരത്തായാലും ഒരുപാട് മെറ്റബോളിക് റിയാക്ഷൻസ് നമ്മുടെ ഓരോ സെല്ലിനുള്ളിലും നടക്കുന്നുണ്ട്. സെല്ലുലാർ മെറ്റബോളിക് റിയാക്ഷൻസ്. അപ്പോൾ ഒരു കോശത്തിനുള്ളിൽ സ്വയം നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുക.
ഇപ്പൊ പ്രോട്ടീൻ സിന്തസിസ് ഒരു മെറ്റബോളിസമാണ്. നമുക്ക് വേണമെങ്കിൽ അത് ഒരു കൃത്രിമമായ ഒരു ലാബ് ഉണ്ടാക്കി ഒരു ടെസ്റ്റ് ട്യൂബിനുള്ളിൽ നമുക്കത് ചെയ്യാം. എന്ന് വെച്ചാൽ ടെസ്റ്റ് ട്യൂബിന് ജീവൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നത് കൊണ്ട് ടെസ്റ്റ് ട്യൂബിന് ജീവൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കോൺഷ്യസ്ലി നടക്കുന്ന അല്ലെങ്കിൽ സ്വയം നടക്കുന്ന മെറ്റബോളിക് റിയാക്ഷൻസ്, സെല്ലിനുള്ളിൽ നടക്കുന്ന മെറ്റബോളിക് റിയാക്ഷൻസ് ജീവനുള്ളവയിൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സെല്ലുലാർ മെറ്റബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് എന്തു പറയാം, ജീവനുള്ളവയുടെ ഒരു സ്വഭാവ വിശേഷമാണ്. നാലാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്, ബോധം. കോൺഷ്യസ്നെസ് അതായത് നമുക്ക് ചുറ്റുമുണ്ടാകുന്ന സ്റ്റിമുലേഷൻസിനനുസരിച്ച് പ്രതികരിക്കുക എന്ന് പറയുന്നത് ജീവനുള്ളവയുടെ പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിലായിരുന്നു ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ജീവനുള്ളവയുടെ പ്രത്യേകത എന്തെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാം മിണ്ടാതെ ഇരുന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം സാധാരണ നിങ്ങൾക്ക് ജീവനില്ലേ? കാരണം ജീവനുള്ളവ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനില്ലെന്നാണ് അർത്ഥം. ജീവനുള്ളവയുടെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞ കോൺഷ്യസ്നെസ്. അപ്പോൾ കോമ സ്റ്റേജിൽ കിടക്കുന്ന ചില ജീവികൾ, ചില മനുഷ്യർക്ക് അതെന്തെങ്കിലും ആക്സിഡൻ്റലായിട്ടോ സർജിക്കൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സോ ഒക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ കോമ സ്റ്റേജിലുള്ള മനുഷ്യരെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവർക്കൊന്നിനെതിരെയും റെസ്പോൺസ് ഉണ്ടാവില്ല എന്ന് കരുതി, കോൺഷ്യസ്നെസ് ഇല്ല എന്ന് കരുതി അവർ ഡെഡ് ബോഡീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അവർക്ക് ജീവനില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഇന്റേണലി ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ആണ്. അപ്പോൾ ശരിക്കും ഈ കോമ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ ഹാർട്ട് ഡെത്ത്, ഒരു ഹാഫ് ഡെത്ത് ഒരു സ്റ്റേജ് എന്നാണ്. അപ്പോൾ ഒരു ബോധാവസ്ഥയിൽ ഒരു പൂർണ്ണമായൊരു 100% ലിവിങ് ഓർഗാനിസം ആണെങ്കിൽ കോൺഷ്യസ്നെസ് ഉണ്ടാകും, അല്ലെങ്കിൽ സ്റ്റിമുലേഷൻസിനനുസരിച്ച് റെസ്പോൺസ് ഉണ്ടാകും. വേറെ ജീവനുള്ളവയുടെ മറ്റൊരു പ്രത്യേകതയാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്. അഞ്ചാമത്തെ പ്രത്യേകത സെല്ലുലാർ ഓർഗനൈസേഷൻ. എന്താണ് സെല്ലുലാർ ഓർഗനൈസേഷൻ? വളരെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ആണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. ഒരു തർക്കവുമില്ല. ജീവനുള്ളവയുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. അത് യൂണിസെല്ലുലാർ ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, ഒരു ജീവനുള്ളവയുടെ ശരീരം എന്ന് പറയുന്നത് കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അപ്പൊ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ആണ്. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ജീവനുള്ളവയുടെ 5 പ്രത്യേകതകളാണ് നമ്മൾ പറയുക. 1 ഗ്രോത്ത്, 2 റീപ്രൊഡക്ഷൻ, 3 കോൺഷ്യസ്നെസ്, 4 മെറ്റബോളിസം, 5ാമത്തത് സെല്ലുലാർ ഓർഗനൈസേഷൻ. ഇനി നിങ്ങൾ അറിയേണ്ടുന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട്. നിങ്ങളുടെ ബയോളജി, സുവോളജിയുടെ ഈ പാഠഭാഗങ്ങളെ ഓരോ പാഠഭാഗങ്ങളും അല്ലെങ്കിൽ ഓരോ വിഭാഗ പാഠങ്ങളും ഓരോ സയൻസിന്റെ ബയോളജിയുടെ ഒരു പ്രത്യേക ബ്രാഞ്ചിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഞാൻ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ പരിചയപ്പെട്ട ഫിസിയോളജി എന്ന വാക്ക് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഇന്റേണൽ മോർഫോളജി, നമ്മളൊരു ശരീരത്തിനുള്ളിൽ കടന്നാൽ അവിടെ കയറി കാണുന്ന പ്രവർത്തനങ്ങളോ അവയവങ്ങളോ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുക. ഫിസിയോളജി എന്ന് പറയുക. അപ്പം നിങ്ങളുടെ ഒരു അവസാനത്തെ ഒരു 6-7 ചാപ്റ്ററുകൾ ഫിസിയോളജി എന്ന് പറയുന്ന സുവോളജിയുടെ ബ്രാഞ്ചിൽ നിന്ന് എടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 1ാമത്തെ ചാപ്റ്റർ ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ഈ 1ാമത്തെ പാഠഭാഗം ഒരു പ്രത്യേക സുവോളജിക്കൽ ബ്രാഞ്ചാണ് ടാക്സോണമി. ഏതാണ്? ടാക്സോണമി. ടാക്സോണമി എന്ന് പറയുന്ന സുവോളജിയുടെ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് സുവോളജി ഉണ്ട്, ടാക്സോണമി. ആ ടാക്സോണമി എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് നിങ്ങളുടെ 1ാമത്തെ പാഠഭാഗം. അതിനു മുമ്പ്
ബയോഡൈവേഴ്സിറ്റി, ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് ബയോഡൈവേഴ്സിറ്റി? ബയോ എന്ന് പറഞ്ഞാൽ ജീവനാണെന്ന് നിങ്ങൾക്കറിയാം. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജീവനുള്ളവയിലെ ഡൈവേഴ്സിറ്റി, വ്യത്യാസം, ജൈവ വൈവിധ്യം, അതാണ് വാക്കിന്റെ അർത്ഥം. ബയോഡൈവേഴ്സിറ്റി. നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ, നമ്മൾ ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ, നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള കോടാനുകോടി ജീവികളെ നമുക്ക് പ്ലാന്റ്സ് ആയിട്ടായാലും അനിമൽസ് ആയിട്ടായാലും നമുക്ക് കാണാൻ കഴിയും. ഒരു ജീവി മറ്റൊന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഈ ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ നോക്കിയാൽ ഒരാളെ പോലല്ല മറ്റൊരാൾ, അതല്ല, അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ജീവി, ഡോഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, ടൈഗർ എന്ന് പറഞ്ഞാൽ വേറൊന്ന്, മങ്കി എന്ന് പറഞ്ഞാൽ വേറൊന്ന്, പ്ലാന്റ്സിൽ തന്നെ ഒരു പ്ലാന്റ് മറ്റൊരു മാംഗോ, അല്ലെങ്കിൽ നമ്മൾ ചക്ക പിടിക്കുന്നത്, അല്ലെങ്കിൽ റംബുട്ടാന്, അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്പീഷീസ് ഓഫ് ഓർഗാനിസം ഉൾപ്പെട്ടതാണ് നമ്മുടെ പ്രപഞ്ചം. അതാണ് ബയോഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ ഡൈവേഴ്സിറ്റി, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ടാക്സോണമി എന്ന ഭാഗം? അപ്പൊ ഇത്രയും ജൈവ വൈവിധ്യമുള്ള ഈ ലോകത്ത് നമുക്ക് പ്ലാന്റ്സിനെ കൃത്യമായി അറേഞ്ച് ചെയ്യണം. അങ്ങനെ ഈ ജീവജാലങ്ങളെ അറേഞ്ച് ചെയ്യുന്ന ശാസ്ത്രശാഖയാണ്, സുവോളജിയുടെ ഭാഗമാണ് ടാക്സോണമി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഓർഗാനിസംസ് ഇഷ്ടം പോലെയുണ്ട്. അവരെ നമ്മൾ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു ശാസ്ത്രശാഖ അല്ലെങ്കിൽ ഒരു സുവോളജിക്കൽ ബ്രാഞ്ച് ഓഫ് സയൻസ്, സുവോളജിക്കൽ ബ്രാഞ്ച്, അതാണ് എന്തെന്ന് പറയുന്നത്, ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പൊ ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് ദി ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ടാക്സോണമിയിൽ എന്താ നമ്മൾ ചെയ്യുക? ജീവികളെ തരംതിരിക്കുകയാണ്. കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ തരംതിരിക്കുന്നു. അതാണ് ടാക്സോണമി. ആ വാക്ക് മറക്കരുത്, ടാക്സോണമി എന്ന വാക്ക്. ആ ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഉൾപ്പെട്ടതാണ് നിങ്ങളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാഠഭാഗം. ലിവിംഗ് വേൾഡും ദി അനിമൽ കിങ്ഡവും ഏതിനകത്ത് വരുന്നതാണ്? ടാക്സോണമിയിൽ വരുന്നതാണ്. ഇനി ആരാണ് ഈ ടാക്സോണമി? നമ്മൾ ആദ്യമേ പറഞ്ഞു ബയോളജിയുടെ ഫാദർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. അതുപോലെ ഈ ടാക്സോണമിക്ക് ഉണ്ട് ഒരു ഫാദർ. ആരാണത്? കോൾ ലിനേയസ്. സ്പെല്ലിങ് ശ്രദ്ധിക്കുക, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കേ. കോൾ ലിനേയസ് എന്നാണ് സ്പെല്ലിങ്. പറയുമ്പോൾ നമ്മൾ കാർലോസ് ലിനേയസ് എന്നൊക്കെ പറയേണ്ടി വരും. സ്പെല്ലിങ് കൃത്യമായി ഓർത്ത് വെച്ചിരിക്കുക. കോൾ ലിനേയസ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. ഹി ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ടാക്സോണമി. എന്തുകൊണ്ട്? കാരണം അദ്ദേഹമാണ് ഈ ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ തുടക്കം കുറിച്ചത്. സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ ജീവികളെ അതിൻ്റെ സ്വഭാവ വിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി അറേഞ്ച് ചെയ്യുക എന്ന ആ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ അതിനൊരു തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ സിസ്റ്റമാ നാച്ചുറേ എന്ന് പറയുന്ന ബുക്കിലൂടെയാണ്. ടെക്സ്റ്റിന്റെ പേര് മറക്കരുത്, സിസ്റ്റമാ നാച്ചുറേ. ആ ബുക്ക്, അദ്ദേഹത്തിന്റെ ആ ഫേമസ് ബുക്കിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ജീവികളുടെ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ ഒരു തുടക്കം കുറിച്ച്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ എന്തെന്ന് വിളിക്കുന്നത്? ഫാദർ ഓഫ് ടാക്സോണമി. എക്സാമിന് ചോദിക്കാറുണ്ട്, ഹു ഈസ് ദ ഫാദർ ഓഫ് ടാക്സോണമി? കോൾ ലിനേയസ്. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്ക് ഏതാണ്? സിസ്റ്റമാ നാച്ചുറേ. ഇനി ചോദിക്കാൻ, ടാക്സോണമി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിന്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞതാണ്. ഒന്ന് ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഈ മൂന്ന് സ്റ്റെപ്പിലൂടെയാണ് ടാക്സോണമി പുരോഗമിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ടാക്സോണമിക്കൽ സ്റ്റഡി നടത്തുമ്പോൾ, നമ്മളൊരു അനിമലിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സോണമിയിലേക്കാണ് കടക്കുക. അപ്പം നമ്മൾ ആ ജീവിയെ കുറിച്ച് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം.
ക്ലാസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നോമൻക്ലേച്ചർ, നോമൻക്ലേച്ചർ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ടാവില്ല. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നെയിമിങ് ഓഫ് ആൻ ഓർഗാനിസം, ഒരു ജീവിക്ക് പേര് കൊടുക്കുക. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ജനിക്കുമ്പോൾ പേര് കൊടുക്കുക എന്നുള്ളതല്ല കേട്ടോ. അതുപോലെ നമ്മളൊരു അനിമലിനെ, നിങ്ങൾ ഇടയ്ക്കെങ്കിലും പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, ഒരു പുതിയ പ്ലാന്റിനെ കണ്ടുപിടിച്ചു, അങ്ങ് ഹിമാലയൻ മലയിടുക്കുകളിൽ നിന്ന് ഒരു പുതിയ സസ്യത്തെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് പണ്ട് ഭൂമിയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ കുറേ വളരെ അപൂർവമായി കാണുന്ന ചില ജീവികളെ ഈ കോട്ടയ്ക്കലടുത്ത് ഉള്ള ഒരു പുഴയിൽ നിന്ന് കണ്ടെത്തി. ഭൂഗർഭ അറകളിൽ കാണുന്ന ചില ജീവികളാണ്. വയനാടിൻ്റെ കാടിൽ നിന്ന് ചേനയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യത്തെ കണ്ടെത്തി. ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ കാണാറുണ്ട്. അപ്പം കണ്ടെത്തിയാൽ നമ്മളത് കൊണ്ട് നമ്മുടെ വീട്ടിൽ വളർത്താനൊന്നും പറ്റുകയില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് പഠിക്കണം. ഇത് ഏത് സസ്യ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഇത് ഏത് ജന്തു വിഭാഗത്തിൽ വരുന്നു എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ജീവിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താനും അവയ്ക്ക് പേര് കൊടുക്കാനും പറ്റുക. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ തറവാട്ട് പേരൊന്നും എടുത്ത് ഒരു ജീവിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്തിനാ ഈ ടാക്സോണമി? അതായത് ഇപ്പം എൻ്റെ നാട് കൊല്ലമാണ്. ഞാൻ കൊല്ലത്ത് നിന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ പറയുന്ന പല ഇപ്പം മത്സ്യങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ നമ്മൾ ഉപയോഗിക്കുന്നതിനൊക്കെ ഞങ്ങൾ പറയുന്ന എൻറ്റയർലി ഡിഫറെൻറ്റ് നെയിമുകളാണ് ഇവിടെ പറയുക. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ. മത്സ്യങ്ങളൊന്നും പലതും നമുക്ക് മനസ്സിലാവുകയില്ല. നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ മത്സ്യങ്ങൾക്ക് ഈ പേരൊന്നും അല്ല പറയുക. അപ്പോൾ ഇത്രയും ദൂരമുള്ള ഒരു സ്ഥലങ്ങൾ തമ്മിൽ ഈ വ്യത്യാസമാണെങ്കിൽ, നമ്മൾ പല രാജ്യങ്ങൾ, പല ഭൂഖണ്ഡങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ അവിടെ കാണുന്ന ഒരു സസ്യത്തിന് അവരൊരു പേര് പറയും, നമ്മൾ വേറൊരു പേര് പറയും. നമുക്ക് ഒരു ജനറൽ സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റുകയില്ല. അല്ല, അതിനെ ബേസ് ചെയ്തൊരു പഠനം നടത്തുമ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു പ്രശ്നം വരും. അതിന് അദ്ദേഹം തീരുമാനിച്ചു, എല്ലാ ജീവികൾക്കും എല്ലാ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരൊറ്റ നെയിമിംഗ് സിസ്റ്റം വേണം. ഇപ്പം ഹോമോസാപ്പിയൻസ് കേട്ടാൽ നിങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി അത് മനുഷ്യനാണ്. അത് ഈ ഭൂമിയിൽ എവിടെ ചെന്ന് പറഞ്ഞാലും ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻ ബീയിങ് ആണ്. കോക്കസ് ന്യൂസിലിഫറെ അത് എവിടെ ചെന്ന് പറഞ്ഞാലും അറിയാം അത് തെങ്ങാണ്. ഹിബിസ്കസ് റോസ സൈനൻസിസ് എവിടെ ചെന്ന് പറഞ്ഞാലും അറിയാം അത് ചെമ്പരത്തിയാണ്. അങ്ങനെ ജീവികൾക്കൊരു പൊതുവായ പേര്, അതിനു വേണ്ടിയാണ് അത്. അപ്പം അങ്ങനെ പൊതുവായ പേരിടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ഘട്ടത്തിലൂടെ കടന്ന് ആ പൊതുവായ പേര് കൊടുക്കുന്ന ബ്രാഞ്ചാണ് ടാക്സോണമി. ആ ടാക്സോണമിയിൽ നമുക്കൊരു ജീവിക്ക് പൊതുവായ ഒരു പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ 3 പ്രോസസ്സിലൂടെ കടന്നു പോകണം. അതിൽ ഒന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ, രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ, മൂന്നാമത്തത് നോമൻക്ലേച്ചർ. ആദ്യം നമ്മൾ ആ ജീവിയെ തിരിച്ചറിയണം. ഇത് പ്ലാന്റ് ആണോ, ഇത് അനിമലാണോ, അനിമൽ തന്നെയാണെങ്കിൽ ഇത് ബേർഡാണോ, അതോ ഇഴഞ്ഞ് ജീവിക്കുന്നതാണോ, അതോ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതാണോ, അതോ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതാണോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അത് അപ്പോൾ അതൊരു വിഭാഗമാണെന്ന് മനസ്സിലാവും. പിന്നെ അത് സസ്യം ബുക്കാണോ, മാംസബുക്കാണോ, അത് മുട്ടയിടുന്നതാണോ, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതാണോ, അങ്ങനെ അതിൻ്റെ ശരീരത്ത് മുഴുവൻ രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടോ, അങ്ങനെ അതിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പഠിക്കണം. അതാണ് ഐഡന്റിഫിക്കേഷൻ. ആ ഐഡന്റിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. ഇത് അതിൻ്റെ സ്വഭാവങ്ങളെല്ലാം നമ്മൾ നോക്കി എഴുതി വെച്ചിട്ട് ഇത് പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഇത് അനിമലാണ്, ഇത് വെള്ളത്തിൽ മാത്രം, അതിനനുസരിച്ച് അതിനെ തരം തിരിച്ചു വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പേര് കൊടുക്കാൻ പറ്റുള്ളൂ.